അപ്പോൾ എല്ലാവർക്കും ഓൺലൈൻ ട്യൂട്ടറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന 5ാം ക്ലാസ്സുകാരുടെ സോഷ്യൽ സയൻസിലെ സെക്കൻഡ് ചാപ്റ്ററാണ് ഫുഡ് ആൻഡ് ഹ്യൂമൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ഓക്കെ, ഫുഡ് ആൻഡ് ഹ്യൂമൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഫുഡ് ആൻഡ് ഹ്യൂമൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഫസ്റ്റ് പേജിൽ നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത് എന്താണ്, ഒരു ബുക്കിൻ്റെ ഒരു ഡയറി കുറിപ്പ് പോലത്തെ ഒരു സാധനം വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് എന്താണ്, ഒരു കുട്ടി സിബി എന്ന് പറയുന്ന ഒരു കുട്ടി, ആ കുട്ടിയുടെ സ്കൂളിൽ ഉണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് സ്കൂളിൽ വേൾഡ് ഫുഡ് ഡേ, നിങ്ങൾ ആ ദിവസം കേട്ടോ, ഞാൻ ആദ്യമായിട്ട് കേട്ടത് വേൾഡ് ഫുഡ് ഡേ എന്ന് പറയുന്നത് ഒക്ടോബർ 16 എന്നുള്ളത്. ഇങ്ങനെ കണ്ടിട്ടൊക്കെ ഉണ്ട്, ഇങ്ങനെ സ്റ്റാറ്റസിലൊക്കെ ഇങ്ങനെ എല്ലാവരും ഈ ഭക്ഷണങ്ങളൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒക്ടോബർ 16 ഞാനിപ്പോഴും അറിഞ്ഞത്. അപ്പോൾ ഒക്ടോബർ 16 വേൾഡ് ഫുഡ് ഡേ ആണ്. അപ്പോൾ അന്ന് അവരുടെ സ്കൂളിൽ കുട്ടികളെല്ലാവരും എന്ത് ചെയ്തു, കുറേ ഭക്ഷണങ്ങൾ കൊണ്ടുവന്നു. എന്നിട്ട് എന്താണ്, അവരിങ്ങനെ ഒരു സ്റ്റാള് പോലെ കിട്ടു. എന്നിട്ട് അവർ പറയുന്നുണ്ട് ലഡു ഉണ്ടായിരുന്നു, ഹൽവ ഉണ്ടായിരുന്നു, പായസം ഉണ്ടായിരുന്നു, കേക്ക് ഉണ്ടായിരുന്നു, ഇങ്ങനെ കുറേ സാധനങ്ങൾ അവരുണ്ടായിരുന്നു. ടീച്ചർ കുറേ സാധനങ്ങൾ കൊണ്ടുവന്നു. അങ്ങനെ ആ ഒരു ഇത് പറയുന്നുണ്ട് അവിടെ. അവരുടെ സ്കൂളിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ എന്തൊക്കെ ഉണ്ടാവും, അവർക്കൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇതാക്കുക. ഓക്കെ, ഇനി അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഒബ്റ്റെയിനിങ് ഫുഡ്. അപ്പോൾ നമുക്കറിയാം ഫുഡ് എന്ന് പറയുമ്പോൾ എന്താ, ഫുഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. നമ്മൾക്ക് ജീവിക്കണമെങ്കിൽ ഭക്ഷണം വേണം. ഭക്ഷണം കഴിക്കാണ്ട് കുറച്ച് ആളൊക്കെ ജീവിക്കാൻ, പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറ്റാണ്ടാവും. ഓക്കെ, അപ്പോൾ ഫുഡ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ഹ്യൂമൻ സർവൈവലിന് ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫുഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആയിരിക്കും നമ്മൾ എന്തൊരു വെറൈറ്റി ഓഫ് ഫുഡ് കിട്ടുമല്ലേ, KFC, ബർഗർ, സാൻഡ്വിച്ച്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ടൈപ്പ് ഫുഡാണ്. അതൊക്കെ ഇപ്പം നമുക്ക് കിട്ടുന്നതാണ്. പക്ഷെ പണ്ട് കാലത്ത് ആൾക്കാരൊന്നും ആലോചിച്ച് കഴിഞ്ഞാൽ പണ്ട് നമ്മൾ മറ്റേ ഈ മൃഗങ്ങളെ തോലൊക്കെ ഇട്ട് അങ്ങനെ നടക്കണ കുറേ ആൾക്കാർ ആ ഒരു ടൈമിലൊക്കെ നമ്മൾ എവല്യൂഷൻ ഒക്കെ കേട്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള ആ ടൈമിലൊക്കെ ആലോചിച്ച് നോക്കിയാൽ അവരൊക്കെ എന്താ കഴിച്ചിട്ടുണ്ടായിരിക്കുക. അവർക്ക് ഇതുപോലെ ചിക്കനും സാൻഡ്വിച്ചും ബർഗറൊക്കെ അന്ന് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അവരൊക്കെ എന്താണ് ഒന്ന് കഴിച്ചിട്ടുണ്ടായിരിക്കുക ജസ്റ്റ് ആലോചിക്കുക. ശരിക്കും അവർ ഓരോന്ന് കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെയുള്ള ഇത്രയുള്ള ഫെസിലിറ്റീസൊക്കെ നമുക്കിന്ന് കിട്ടിയത് അല്ലേ. അവരന്ന് തീ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ നമുക്കും അന്ന് അവരെ പോലെ ഈ പച്ചക്ക് മാംസം കഴിക്കേണ്ടി വന്നേനെ, ഒരവസ്ഥ വന്നേനെ. അപ്പോൾ അന്നത്തെ കാലത്തെ കുറിച്ചാണ് നമുക്ക് ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് പേജിൽ നല്ല ഭംഗിയുള്ള കുറച്ച് പടങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൽ ഇത് കാണിക്കുന്നുണ്ട് കുറേ കാട്ടാളന്മാരല്ല, നമ്മുടെ പണ്ടുണ്ടായിരുന്ന ആൾക്കാരാണ്. അവരെന്ത് ചെയ്യുന്നു, ഈ മാനിനെ എന്താ പറയുന്നത് എറിയുന്ന, ഒരു കമ്പ് വെച്ച് എറിയുന്ന കാണിക്കുന്നുണ്ട്. പിന്നെ കുറേ ആൾക്കാർ മാനിനെ കൊണ്ടുപോകുന്നുണ്ട്. അതിൽ തന്നെ ഒരാൾ കുറേ ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു കവറിൽ പോലത്തെ ഒരു സാധനത്തിൽ, കവറില്ല ഒരു ഇല പോലത്തെ ഒരു സാധനത്തിൽ കൊണ്ടുവരുന്നുണ്ട്. മൂന്നാമത്തെ ആൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മീനിനെ പിടിക്കുന്നുണ്ട്. നാലാമത്തെ ആൾ അവിടെ മീനിനെ പിടിക്കുന്നുണ്ട്. പിന്നെ ഒരു പന്നീനെ ഇങ്ങനെ ഇത് കൊണ്ടുവന്നിട്ട് ഒരു പിഗിനെ അവിടെ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ അവർ കുറച്ച് ആൾക്ക് ഒരു ഗുഹയുടെ അവിടെ നിന്നിട്ട് എന്തോ ചെയ്യും. അങ്ങനെ കുറച്ച് പടങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് എന്താ മനസ്സിലാക്കാം, പണ്ടത്തെ ആൾക്കാർ ഇങ്ങനെയൊക്കെയാണ് ജീവിച്ചിരുന്നത്. അവരെന്താ ചെയ്തിരുന്നത്, മാനിനെ വേട്ടയാടുന്നു. അതായത് ഈ കാട്ടിലുണ്ടാകുന്ന മൃഗങ്ങളെ വേട്ടയാടിയിട്ട് അത് കഴിക്കും. അത് പച്ചക്ക് ഇരുന്നിട്ട് അവർ കഴിക്കും, അത് കഴിക്കുന്നു. മീനിനെ കഴിക്കുന്നു, അതുപോലെ തന്നെ പിഗിനെ, അവർ കിട്ടുന്ന മൃഗങ്ങളൊക്കെ വേട്ടയാടിയിട്ട് അവർ കഴിച്ചിരുന്നത്. പിന്നെ വല്ല ഫ്രൂട്ട്സ് അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെയാണ് അവർ അന്നത്തെ ഫുഡായിട്ട് അവർ കഴിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ ഫയർ ഹാൻഡ് ഫുഡ്. അപ്പോൾ ഫയർ ആൻഡ് ഫുഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അന്നത്തെ ആൾക്കാരെന്ന് വെച്ചിട്ട് അന്ന് എല്ലാവരും ഇവർ എന്താ പറയുക, ചുറ്റുമുള്ള കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായതെന്ന് പറയും. അതായത് അവർ അന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മരത്തിൻ്റെ, അതായത് ഈ നമ്മൾ ഉണങ്ങിയ മരത്തിൻ്റെ കൊമ്പും അതുപോലെ തന്നെ കല്ലും തമ്മിൽ ഉരയ്ക്കുമ്പോൾ എന്താണ് ഒരു തീ പോലത്തെ ഒരു സാധനം, അല്ലെങ്കിൽ 2 കല്ല് തമ്മിൽ ഉരയുന്ന സമയത്ത് ഒരു തീ പോലത്തെ സാധനങ്ങൾ ഉണ്ടാവും അവർ നോട്ടീസ് ചെയ്തു. അങ്ങനെ അവർ കണ്ടപ്പോഴാണ് അവർക്ക് മനസ്സിലായത് തൊട്ട് ഇങ്ങനെ കല്ലുകൾ ഉരച്ചാൽ തീ കിട്ടും എന്നും അവർക്ക് മനസ്സിലായി. എന്നിട്ടാണ് അതിൽ നിന്ന് എന്ത് വന്നത്, തീ എന്ന് പറയുന്ന ഒരു സംഭവം, ഫയർ വന്നത്. അങ്ങനെയാണ് അവർ അതുവരെ അവരെന്താ ചെയ്തിരുന്നത്, വല്ല സാധനങ്ങൾ ഇപ്പം മാനിനൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ മാനിൻ്റെ ഇറച്ചൊക്കെ പച്ചക്ക് തിന്നായിരുന്നു. അത് അങ്ങനെ ആ റോ ആയിട്ട് തിന്നു. പക്ഷെ അതിന് ശേഷം അവർ എന്ത് ചെയ്തു, ഈ കിട്ടുന്ന ഇതിനൊക്കെ എന്ത് ചെയ്യും, ഇങ്ങനെ മീൻസ് ഈ മീറ്റ് സാധനങ്ങളൊക്കെ തീയിൽ വെച്ചിട്ട് അങ്ങനെ അവർ കഴിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് അവരെ കുക്കിംഗ് എന്ന് പറയുന്നത്. നമ്മളിന്ന് കുക്കിംഗ് ചെയ്യില്ലേ, ഈ കുക്കിംഗ് ഇൻവെൻറ്റ് ചെയ്തത് അന്നൊരു കാലത്ത് അങ്ങനെ തീ കണ്ടുപിടിച്ചതിൽ നിന്നാണ് പിന്നെ അത് കുക്കിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ ഉണ്ടായത്. ഓക്കെ, അപ്പോൾ അതാണ് നെക്സ്റ്റ് പേജിൽ വരുന്നത്. അങ്ങനെയാണ് കുക്കിംഗ് ഉണ്ടായത്. അവർ ആദ്യം എന്ത് ചെയ്തു, ഇങ്ങനെ മീറ്റ് സാധനങ്ങളൊക്കെ കുക്ക് ചെയ്ത് നോക്കി. പിന്നെ അതുപോലെ തന്നെ കിട്ടുന്ന ഈ മറ്റേ എന്താ പറയുക, ഈ വേരും കൈകൾ അങ്ങനെയൊക്കെ ജസ്റ്റ് കുക്ക് ചെയ്ത് നോക്കി. അങ്ങനെയാണ് അവർ കുക്കിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ടുവന്നതെന്നാണ് അവിടെ പറയുന്നത്.
നെക്സ്റ്റ് പറഞ്ഞത് ഫുഡ് പ്രൊഡക്ഷൻ. അപ്പോൾ ഇങ്ങനെ കുറേ ആൾക്കാരുടെ നമ്പർ കൂടാൻ തുടങ്ങിയപ്പോൾ അവർക്ക് അവിടെ ഭക്ഷണത്തിൻ്റെ ഷോർട്ടേജ് വന്നു. അപ്പോൾ ഭക്ഷണം അവർക്ക് ഉണ്ടാക്കേണ്ട അവസ്ഥയായിട്ട് വരും. കാരണം എത്ര നേരം വെച്ചിട്ടാണ് ഈ മീനിനെ ഇതൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ അതായത് ഇവർ പിടിക്കും തോറും അതിൻ്റെ മീനിൻ്റെ എണ്ണം കുറയും, ഡിയറിൻ്റെ എണ്ണം കുറയും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരും. അപ്പോൾ എന്ത് ചെയ്യും, ഇവർ ഭക്ഷണം ഉണ്ടാക്കണം. അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യും, കൃഷി ചെയ്യണം. അപ്പോൾ കൃഷി എന്ന് പറയുന്നൊരു സാധനം അവിടെ തുടങ്ങി. അപ്പോൾ ഇവർ പറയുന്നുണ്ട് അവർ ആ ടൈമിൽ ഡൊമസ്റ്റിക്കേഷൻ തുടങ്ങി. എന്ന് ഡൊമസ്റ്റിക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഇവർ വളർത്താൻ തുടങ്ങി. ഇങ്ങനെ ഈ ആടിനെ, അതുപോലെ തന്നെ ഇവർക്ക് തിന്നേണ്ട കാര്യങ്ങളൊക്കെ ഇവർ എന്ത് ചെയ്യും, കുറച്ച് ഇങ്ങനെ വളർത്താൻ തുടങ്ങി. പക്ഷെ ആദ്യമായിട്ട് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തത് ഡോഗിനെ. ഡോഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോയൽ ആയിട്ടൊരു ആനിമൽ ആണല്ലോ. അപ്പോൾ ഇവർ ആദ്യം ചെയ്തത് ഡോഗിനെയാണ് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തത്, വളർത്താൻ തുടങ്ങിയത് ഡോഗിനെയാണ്. എന്നിട്ട് ഈ ഡോഗിനെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹണ്ടിങ്ങിന് കൊണ്ടുപോകും, അല്ലെങ്കിൽ ഇവരെ വീട് പ്രൊട്ടക്ഷനൊക്കെ വേണ്ടിയിട്ടാണ് ആദ്യം ഡോഗിനെ അവർ യൂസ് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ ഇവർ പറഞ്ഞു കൃഷി എങ്ങനെയാണ് ചെയ്തത്. കൃഷി വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ കണ്ടുപിടിച്ചത് ഞാൻ പറയില്ലേ, എല്ലാവരും നിരീക്ഷിച്ചതിലൂടെയാണ് ഇവർക്ക് കുറേ സാധനങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റിയത്. ഇവർ കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉണ്ടാകുന്ന സീഡുകളുണ്ടല്ലോ, ഈ സീഡുകൾ എന്ത് ചെയ്യുന്നു, വെള്ളത്തിലിടുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത് വെള്ളത്തിൽ മോയ്സ്റ്റ് നനവ് തട്ടുന്ന സമയത്ത് സ്പ്രൗട്ട് ചെയ്ത് വരുന്നത്, ഇങ്ങനെ വിരിഞ്ഞ് വരുന്നത് അവർക്ക് കാണാൻ പറ്റി. അപ്പോൾ അവർക്ക് മനസ്സിലായി അങ്ങനെയാണെങ്കിൽ ഇത് നനഞ്ഞ മണ്ണിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് വീണ്ടും അത് എന്ത് ചെയ്യാം, അത് വീണ്ടും ഒരു ചെടിയാക്കി എടുക്കാമെന്ന് വരും. അത് മനസ്സിലായി. അങ്ങനെയാണ് അവർ കൃഷി എന്ന് പറയുന്ന ഒരു സംഭവം എന്ത് ചെയ്ത് അവർ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾ പറയുന്നുണ്ട് പേജ് നമ്പർ എത്രയാ, പേജ് നമ്പർ 30 നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ പറയുന്നുണ്ട് എങ്ങനെയാണ് കൃഷി സ്റ്റാർട്ട് ചെയ്തതെന്ന്. അവരത് അങ്ങനെ അതായത് ഇങ്ങനെ ഈ വിത്തുകൾ എന്ത് ചെയ്യുന്നു, എന്താ പറയുക, ഉണങ്ങുന്നതും അതുപോലെ തന്നെ ഈ നനഞ്ഞ വിത്തുകൾ സ്പ്രൗട്ട് ചെയ്യുന്നതൊക്കെ അവരിങ്ങനെ നിരീക്ഷിച്ചതിലൂടെയാണ് അവർക്ക് എന്ത് മനസ്സിലായത്, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കൃഷി ഉണ്ടാക്കാമൊക്കെ പറഞ്ഞിട്ട് അവരെന്ത് ചെയ്തു, കുറേ അതുപോലെ എന്താ വീറ്റ്, ബാർലി, മില്ലറ്റ്, ട്യൂബർ, ഇങ്ങനെ കുറേ സാധനങ്ങൾ അവരെന്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, കൃഷി ചെയ്യാൻ തുടങ്ങി. അത് കൃഷി ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ, ഇങ്ങനെ ഈ റിവേഴ്സ് ഉണ്ടായിരിക്കില്ലേ, നദീതീരങ്ങളുടെ സൈഡിലായിരിക്കും ഇവർ കൃഷി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ വെള്ളം അവിടെ നിന്ന് കിട്ടും. അതുകൊണ്ട് തന്നെ അവിടെ ആ ഒരു ഭാഗത്തായിരിക്കും അവരെന്ത് ചെയ്യുന്നത്, കൃഷി ചെയ്യുന്നുണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യും, ഇവർ അവിടെ തന്നെ താമസിക്കാനും തുടങ്ങി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ട ഭക്ഷണം അവിടെ നിന്ന് കിട്ടുന്നുണ്ട്, പിന്നെ അവർക്ക് വേറൊരു സ്ഥലത്ത് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു, അവിടെ താമസിക്കാനും തുടങ്ങി. ഓക്കെ, അപ്പം അങ്ങനെ കുറേ ആൾക്കാർ എന്ത് ചെയ്യുന്നു, അവിടെ ആ ഒരു ഭാഗത്ത് താമസമാക്കാൻ തുടങ്ങി, ഇങ്ങനെ കൃഷിയുടെ സമ്മതമായിട്ട് ജീവിക്കുന്നവർ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു പക്ഷെ ആദ്യം എങ്ങനെയായിരുന്നു, അവർക്ക് അന്നന്ന് വേണ്ട ഭക്ഷണമായിരുന്നു അവർ അന്നന്ന് പോയി തിന്നിരുന്നത്. പക്ഷെ ഇപ്പം എന്ത് ചെയ്തു, കൃഷി നമുക്ക് വന്നപ്പോൾ കുറേ എക്സ്ട്രാ ഫുഡ് കിട്ടും. ഈ എക്സ്ട്രാ ഫുഡ് കളയാൻ പറ്റില്ല, അവർക്ക് സ്റ്റോർ ചെയ്യണ്ടേ. അപ്പോൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്തു, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോട്ടറി എന്ന് പറയുന്ന സംഭവം, അതായത് ഇപ്പോൾ ഇവർ കണ്ടുപിടിച്ചു. അതായത് ഈ ബ്രിക്കൊക്കെ ഉണ്ടല്ലോ, ഈ ബ്രിക്കൊക്കെ പൊടിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു മണ്ണ് പോലത്തൊരു സാധനം കിട്ടും. അത് വെള്ളത്തിലൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പാത്രങ്ങൾ ഉണ്ടാക്കാൻ അവർ അത് നിരീക്ഷിച്ചപ്പോൾ അവർക്കത് കിട്ടി. അപ്പോൾ അങ്ങനെ അവരെന്ത് ചെയ്തു, ഈ ക്ലേ ഒക്കെ വെച്ചിട്ട് ഓരോ പാത്രങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഈ പാത്രങ്ങൾ അവർക്ക് മനസ്സിലായി എന്താണ്, ഈ പാത്രങ്ങളിൽ വെള്ളം സൂക്ഷിക്കാം, അതുപോലെ തന്നെ ഇത് വേണമെങ്കിൽ തീയിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാം. അങ്ങനെ അവർക്ക് ഓരോന്ന് കണ്ടുപിടിക്കാൻ തുടങ്ങി. അപ്പം അങ്ങനെ അവരെന്ത് ചെയ്തു, സ്റ്റോറിങ്ങിന് വേണ്ടിയിട്ട് പോട്ടുകൾ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഇവരുണ്ടാക്കുന്ന ഈ അരിയും സാധനങ്ങളൊക്കെ അവിടെ സ്റ്റോർ ചെയ്യാൻ തുടങ്ങി. അപ്പം അങ്ങനെയാണ് അവർക്ക് സ്റ്റോറേജ് എന്ന് പറയുന്ന ഒരു സംഭവം വന്നത്. അതാണ് നിങ്ങൾ പേജ് നമ്പർ 31 അവിടെ ഒരു പോട്ട് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കണം കണ്ടോ. അപ്പോൾ അവിടെ പറയുന്നുണ്ട് വെച്ചാൽ ഈ പോട്ട് ഉണ്ടാക്കണം അടിയിൽ ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ കറക്കാനുണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഷേപ്പിൽ വരുള്ളൂ. ഈ അടിയിൽ ഒരു വീൽ എന്നാ പറയുക. ആ വീല് കണ്ടുപിടിച്ചത് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു എന്ന് പറയാം. പോട്ടറി എന്ന് പറയുന്ന ഒരു സംഭവം ഭയങ്കര കൂടിയ ഒരു ടൈം ആ ഒരു വീല് കണ്ടുപിടിച്ചതുകൂടിയാണെന്ന് നിങ്ങളവിടെ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ പറയുന്നുണ്ട് ഗ്രാനറി എന്ന് പറയുന്നത്. ഗ്രാനറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് ഇവരൊരു ചെറിയൊരു കുട്ടിയിൽ പോലത്തെ ഒരു സംഭവം ഉണ്ടാക്കും. അതിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുണ്ടാവുന്ന വീറ്റ് ഇങ്ങനെ ഉണ്ടാകുന്ന അരി സാധനങ്ങളൊക്കെ അവരൊക്കെ അങ്ങനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെറിയ കുടിലുകൾ പോലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനാണ് ഗ്രാനറി എന്ന് പറയുന്നത്. അത് വേണമെങ്കിൽ പിക്ചർ ഞാൻ സൈഡിൽ കൊടുക്കാം. അപ്പോൾ അത് പണ്ടത്തെ ആൾക്കാരുടെ ഇങ്ങനെ ഫുഡുകൾ ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്ന ഒരു ഇതാണ് ഗ്രാനറി എന്ന് പറയുന്നത്. ഇനി എക്സ്ചേഞ്ച് ഓഫ് ഫുഡ് ഐറ്റം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറേ ആൾക്കാർ നമ്മൾ പറഞ്ഞു റിവറിൻ്റെ സൈഡിൽ ഇങ്ങനെ താമസിച്ചു ഇവരിങ്ങനെ എന്ത് ചെയ്തു, കുറേ ഇങ്ങനെ കൃഷി ചെയ്തിട്ട് ഇങ്ങനെ അരി ഇതൊക്കെ ഇതാക്കി ഉണ്ടാക്കണവരുണ്ട്. പക്ഷെ കുറേ ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ കടലിൻ്റെ അവിടെ താമസിച്ച് മീനുകൾ ഇതാക്കുന്നു. അങ്ങനെ താമസിച്ച് അവർ അങ്ങനെ ഭക്ഷണം കഴിക്കുന്നവരവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മീന് വേണ്ടവർ ഈ അരി അത് കുറച്ച് അങ്ങോട്ട് കൊടുക്കും, മീന് തിരിച്ച് ഇങ്ങോട്ട് കൊടുക്കും. അങ്ങനെ ഒരു എക്സ്ചേഞ്ച് സിസ്റ്റം. ഇപ്പോൾ നമ്മളെ വീടിൻ്റെ ഒക്കെ അവിടെ ഇവിടെ ഉണ്ടാവില്ലേ, നമ്മളൊരു സാധനം അപ്പുറത്തെ വീട്ടിൽ കൊടുക്കുന്നു, അവർ അപ്പുറത്തെ വീട്ടിൽ വേറെ എന്തെങ്കിലും സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരുന്നു. അങ്ങനെ ഒരു എക്സ്ചേഞ്ച് സിസ്റ്റം. ഇതൊക്കെ വന്നത് പണ്ടാണ്. അപ്പോൾ ഇങ്ങനെ എക്സ്ചേഞ്ച് സിസ്റ്റത്തിന് പറയുന്ന പേരാണ് ബാർട്ടർ സിസ്റ്റം. ഇവരെന്താ പറയുക, ബാർട്ടർ സിസ്റ്റം
സിസ്റ്റം എന്ന് പറയാം. എന്ത് ചെയ്യുന്നു, നമ്മൾ നമ്മുടെ കയ്യിലുള്ള കുറച്ച് സാധനം അങ്ങോട്ട് കൊടുത്താൽ അവർ അതിന് പകരം തിരിച്ച് വേറൊരു സാധനം ഇങ്ങോട്ട് തരും. ഇപ്പോൾ പറയുകയാണ് ഇവരേൽ കുറച്ച് അരി ഉണ്ട്, ഇവർ കൃഷി ചെയ്ത് അരി ഉണ്ടാക്കിയിട്ടുണ്ട്, ഈ അരി എന്ത് ചെയ്യുന്നു അവർ അവിടേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അവർ കയ്യിലുള്ള മീൻ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് തരും. അപ്പം അങ്ങനെ ഒരു എക്സ്ചേഞ്ച് അവിടെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനാണ് എന്ത് പറയുന്നത്, ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് നിങ്ങൾക്ക് നെക്സ്റ്റ് പേജിലുള്ളത്. എന്താണ് എക്സ്ചേഞ്ചിന് പറയുന്ന പേര് ബാർട്ടർ സിസ്റ്റം. അപ്പം ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്ത് അവിടെ എന്ത് തുടങ്ങി, അവിടെ മാർക്കറ്റ് വരാൻ തുടങ്ങി. അതായത് ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറേ അരി ഉണ്ട്, അപ്പോൾ ഒരാളിൽ കുറച്ച് മീൻ ഉണ്ട്, അപ്പോൾ ഞാൻ പറയും എൻ്റെ കയ്യിൽ അരി ഉണ്ട്, മീൻ തന്നു കഴിഞ്ഞാൽ ഞാൻ അരി തരാമെന്ന് പറഞ്ഞിട്ട് അയാൾക്ക് കൊടുക്കും. അപ്പോൾ ഇത് കണ്ടിട്ട് വേറെ കുറച്ച് ആൾക്കാർ എനിക്ക് വേണമെന്ന് പറഞ്ഞ് തരാണെങ്കിൽ ഞാൻ കുറച്ചുകൂടി ആൾക്കാർക്ക് കൊടുക്കും. അപ്പോൾ എനിക്ക് ആൾക്കാർ കൂടാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ ഒരു ഏരിയയിൽ ഇരുന്നിട്ട് അതൊരു മാർക്കറ്റ് പോലെയായി. വെച്ചിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ വിക്കൽ ഇതൊക്കെ ആയിട്ട് വരാം. അങ്ങനെയാണ് മാർക്കറ്റ് വന്നതെന്ന് പറഞ്ഞു. ഇങ്ങനെ ഈ എക്സ്ചേഞ്ചിലാണ്, ഈ ബാർട്ടർ സിസ്റ്റത്തിലൂടെയാണ് അവിടെ എന്ത് വന്നത്, മാർക്കറ്റ് എന്ന് പറയുന്നൊരു സാധനം വന്നതെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി എക്സ്ചേഞ്ച് ഓഫ് ഫുഡ് ഐറ്റംസ് എക്രോസ് ലാൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ പറഞ്ഞു നമ്മുടെ എടുത്തിട്ടുണ്ടായിരുന്ന ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. ഇനി എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് സാധനങ്ങൾ അങ്ങോട്ട് വേറെ സ്ഥലങ്ങൾക്കൊക്കെ എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ കുറേ കുരുമുളക്, അതുപോലെ തന്നെ കരയാമ്പു, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മുടെ അവിടെ മാത്രമായിരുന്നു ഉണ്ടായിരുന്നു. ഇതെന്ത് ചെയ്യും, വേറെ ആൾക്കാർ വന്നിട്ട് മറ്റേ അമേരിക്കക്കാരൊക്കെ വന്നിട്ട് എന്ത് ചെയ്യും, നമ്മളിവിടെ നിന്ന് എടുത്തിട്ട് വേറെ സ്ഥലങ്ങൾക്ക് അവർക്ക് വിൽക്കാൻ തുടങ്ങി. അപ്പം അങ്ങനെ ഒരു എക്സ്ചേഞ്ച് അവിടെ നടന്നു. ഇവിടെ പറയുന്നുണ്ട് വാസ്കോഡഗാമ എന്ന് പറയുന്നത്. വാസ്കോഡഗാമ എന്ത് ചെയ്തിട്ടുണ്ട്, അയാൾ കപ്പലിൽ വന്നിട്ട് ഇവിടെ നിന്ന് വന്നിട്ട് കുറേ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. വാസ്കോഡഗാമ എന്ന് പറയുക, അയാൾ ട്രാവലറായിരുന്നു. അപ്പം അങ്ങനെ കുറേ സാധനങ്ങൾ ആൾ കൊണ്ടുപോയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അന്ന് കുരുമുളക് ഉണ്ടല്ലോ, ഈ കറുത്ത കുരുമുളക്, പെപ്പർ എന്ന് പറയുന്നത്, ബ്ലാക്ക് പെപ്പർ, അതിനെ അന്ന് ബ്ലാക്ക് ഗോൾഡ് എന്നാണ് പറയുന്നത്. ഈ പുറത്തുനിന്നുള്ള ആൾക്കാർക്കൊക്കെ അത് ഭയങ്കര ബ്ലാക്ക് ഗോൾഡ് എന്നാണ് എന്തിനാ പറഞ്ഞിരുന്നത്, ബ്ലാക്ക് പെപ്പറിന് പറയുന്നത് ബ്ലാക്ക് ഗോൾഡ് എന്നാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മുടെ ഇന്നുള്ള കുറേ കാര്യങ്ങൾ അങ്ങനെ പുറത്ത് നിന്ന് നമ്മൾ വാങ്ങിച്ചിട്ടും വന്നിട്ടുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നുണ്ട്, ഈ എന്താ പറയുക, പേരയ്ക്ക എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്ന സാധനമല്ല. പേരയ്ക്ക എന്താണ്, പേരയ്ക്ക പുറത്തുനിന്ന്, ഇവിടെ പറയുന്നുണ്ട് മെക്സിക്കോ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് ഇവിടെ വന്നതാണ് പേരയ്ക്ക. പിന്നെ അതുപോലെ പപ്പക്കായ ഇവിടെ ഉണ്ടായതല്ല, പപ്പക്കായും പുറത്തുനിന്ന് ഉണ്ടായതാണ്. പൈനാപ്പിളും പുറത്തുനിന്ന് വേറെ സ്ഥലത്തു നിന്ന് വന്നതാണ്. ഇപ്പോൾ കാഷ്യൂനട്ട്, ടാപ്പിയൊക്കെ, പൊട്ടത്തൊക്കെ എന്താണ്, നമ്മൾ വേറെ സ്ഥലങ്ങളിൽ പോയിട്ട് കൊണ്ടുവന്ന സാധനങ്ങളാണ് ഇങ്ങനത്തെ ഇതുള്ളത്. പൈനാപ്പിളൊക്കെ വേറെ സ്ഥലത്ത് നിന്നാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ എക്സ്ചേഞ്ച് ഓഫ് ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി ഫുഡ് ആൻഡ് ഇനീക്വാളിറ്റി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലായിട്ട് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് മനസ്സിലായിട്ട്. അപ്പോൾ ഫുഡ് എന്ന് വെച്ചാൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ പണ്ടത്തെ ആൾക്കാർ എങ്ങനെയായിരുന്നു ഭക്ഷണം ഉണ്ടാക്കിയത്, അവർ ഹണ്ടിങ് ഇതൊക്കെ ആയിരുന്നു. അത് പിന്നെ തീ കണ്ടുപിടിച്ച ഒരു കുക്കിംഗ് അങ്ങനെ വന്നു. പിന്നെ തീയിൽ നിന്ന് പിന്നെ ഒരു പോട്ടറി, അഗ്രികൾച്ചർ, അങ്ങനെ ഓരോരോ സ്റ്റെപ്പായിട്ട് ഇപ്പോൾ ലാസ്റ്റ് എന്ത് ചെയ്തു, അപ്പുറത്ത് ഇങ്ങനെ വേറെ ഒരു എക്സ്ചേഞ്ച് വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അത് കണ്ട് ഫുഡ് ആൻഡ് ഇനീക്വാളിറ്റി നമുക്കപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലേക്ക് വരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം.